കോൺഗ്രസിന്റെ ആഭ്യന്തര സർവേ പറയുന്നത് UPA 200 മുതൽ 226 സീറ്റുകൾ നേടും എന്നുള്ളതാണ്. ഇത് മാധ്യമ സർവേ ഒന്നുമല്ല. രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ചില കമ്പനികളെ ഏൽപ്പിച്ച് നടത്തിയ സർവേകളുടെ കണക്കുകളാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ആ സർവേകളെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ UPAക്ക് ഒറ്റയ്ക്ക് അധികാരത്തിലേറാൻ സാധിക്കുകയില്ല. മറിച്ച് മഹാസഖ്യത്തിന്റെയും തൃണമൂലിന്റെയും പിന്തുണ ആവശ്യമായി വരും. അത് കോൺഗ്രസ് പറഞ്ഞതാണ്. അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം മഹാസഖ്യവുമായി ഞങ്ങൾ സഖ്യത്തിലേർപ്പെടും എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷേ ഇവരുടെ പിന്തുണ തേടുമ്പോൾ, മഹാസഖ്യത്തിന്റെയും തൃണമൂലിന്റെയും പിന്തുണ തേടുമ്പോൾ കോൺഗ്രസിന് ഒരു വലിയ തലവേദന വരുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രി സ്ഥാനമോഹികളായ മമതയുടെയും മായാവതിയുടെയും തലവേദന എങ്ങനെ കോൺഗ്രസ് തരണം ചെയ്യും എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം. കാരണം ഏത് രീതിയിൽ ഇതിനെ കോൺഗ്രസ് പ്രതിരോധിക്കും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കോൺഗ്രസിന് നൽകാൻ സാധിക്കുമോ എന്നുള്ളത് കോൺഗ്രസിനെ വേട്ടയാടുന്ന ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല, പ്രതിപക്ഷ നിരയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തിന് അർഹരായവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് പലരും പറയുന്നത്. അതിലൊന്ന് NCPയുടെ ശരത് പവാർ ഉണ്ട്, മായാവതിയുണ്ട്, മമതയുണ്ട് എന്നാണ് പലരും പറയുന്നുള്ളത്. മായാവതിക്കാണെങ്കിൽ അഖിലേഷ് യാദവ് പരസ്യമായി പിന്തുണ നൽകുകയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ എന്തുകൊണ്ട് മായാവതി യോഗ്യയാണ് എന്നുള്ളത് പോലും അഖിലേഷ് യാദവ് പരസ്യമായി വന്ന് പറഞ്ഞു. മമതയ്ക്ക് പിന്തുണയർപ്പിച്ച് തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവും വന്നപ്പോൾ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി DMKയുടെ സ്റ്റാലിനും അതുപോലെ തന്നെ RJDയുടെ തേജസ്വി യാദവും രംഗപ്രവേശനം ചെയ്തതോടുകൂടി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യം മുന്നോട്ട് വന്നു. ഏറ്റവും കൂടുതൽ പിന്തുണ ചിലപ്പോൾ ലഭിക്കുക രാഹുൽ ഗാന്ധിക്ക് തന്നെയായിരിക്കും. എന്നാൽ പോലും എങ്ങനെ മായാവതിയുടെയും മമതയുടെയും പ്രധാനമന്ത്രി സ്വപ്നത്തിനെ ഇവർ ഇല്ലാതെയാക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് UPAയുടെ കണക്ക് പ്രകാരം, അതായത് കോൺഗ്രസ് പുറത്തുവിട്ട കണക്ക് പ്രകാരം 200 മുതൽ 220 സീറ്റുകൾ നേടിക്കഴിഞ്ഞാൽ അധികാരത്തിലേറണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണ ഏറ്റവും അടിസ്ഥാനപരമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ആലോചനയിലെടുത്ത് ഈ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി സ്വപ്നം കാണുന്നവർക്ക് ഇത് വലിയ തിരിച്ചടി നൽകും. അത് വലിയ ഒരു പ്രശ്നങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യും. അതായത് മമത ഇപ്പോൾ തന്നെ ഒരു പ്രധാനമന്ത്രി സ്വപ്നം തേച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ മായാവതിയും പ്രധാനമന്ത്രി സ്വപ്നം ഏകദേശം കണ്ടു കഴിഞ്ഞു എന്നുള്ളത് വേണം പറയാൻ. അതായത് പല മാധ്യമങ്ങളും, ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇവരിൽ ആര് നേടും എന്നുള്ളതാണ്. അതായത് ഇവർ രണ്ടുപേരും ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് ആർക്ക് നൽകും? കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്നുള്ളത് രാഹുൽ ഗാന്ധി തന്നെയാണ് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെ ഇന്ന് വന്നു കഴിഞ്ഞു. അതായത് അഖിലേഷ് യാദവ് പരസ്യമായി മായാവതിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മായാവതി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രഖ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ആഭ്യന്തര സർവേയുടെ കണക്ക് പ്രകാരം എങ്ങനെ UPA അധികാരത്തിലെത്തും എന്നുള്ള ചോദ്യം പ്രവർത്തകർ തന്നെ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ ഭരണത്തിലേറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും. ഒരുപാട് ത്യാഗങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ UPAക്ക് അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.